മമ്മൂക്ക ഉണ്ടായിരുന്നെങ്കിൽ മമ്മൂക്ക തന്നെ പറഞ്ഞ കാര്യമാണ്, പണ്ട് വന്നിരുന്ന കത്തുകൾ, അതായത് ചാക്ക് കണക്കിന് വന്ന കത്തുകൾ ശ്രീനേട്ടനാണ് പൊട്ടിച്ച് വായിച്ചിരുന്നത്. ഇപ്പം ജഗദീഷ് ഏട്ടന് മമ്മൂക്കയ്ക്ക് വന്ന് എന്തെങ്കിലും കത്ത് പൊട്ടിച്ച് വായിക്കാൻ കഴിഞ്ഞിരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും ഓർത്തിരിക്കുന്ന കത്തുകൾ, ഇപ്പം ജഗദീഷ് ഏട്ടനാണെങ്കിലും മമ്മൂക്കയ്ക്കാണെങ്കിലും വന്ന് ഇപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു കത്തിനെ പറ്റി ഷെയർ ചെയ്യും. അല്ല, ഈ കത്തുകളെ കുറിച്ച് പറയുമ്പോൾ മമ്മൂക്ക ശ്രീനിവാസൻ എന്ന് പറഞ്ഞാൽ അവര് തമ്മിൽ പ്രത്യേക ഒരു ബന്ധമുണ്ട്, ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നു. മമ്മൂക്കയ്ക്ക് വേണ്ടി ശ്രീനിവാസൻ ഡബ് ചെയ്ത ഒരു സിനിമ വരെ ഉണ്ട്, ഇല്ലേ? മമ്മൂക്കയ്ക്ക് വേണ്ടി ശ്രീനിവാസൻ ഡബ് ചെയ്ത ഒരു സിനിമ വരെ ഉണ്ട്. അത് മമ്മൂക്കയുടെ തിരക്കാരണം അന്ന് അങ്ങനെ എങ്ങനെയാണ് സമ്മതിച്ചതെന്ന് അറിയില്ല. അത് എന്തോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ മമ്മൂക്കയ്ക്ക് വേണ്ടി ശ്രീനിവാസൻ ഡബ് ചെയ്ത ഒരു സിനിമ വരെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ അവര് തമ്മിൽ അത്ര ബന്ധമുണ്ട്. ഇപ്പോൾ വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ താമസിക്കുമ്പോൾ ശ്രീനിവാസൻ സ്ഥിരം സന്ദർശകനും അങ്ങനെ ആയിരിക്കണം ഈ കഥകളൊക്കെ കണ്ടിട്ടുണ്ടാവുക. ഞാൻ തിരുവനന്തപുരത്താണല്ലോ. ഈ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ പോലെ മൊബൈൽ ഫോണൊക്കെ ഉള്ള സമയത്ത് പോലും ഇന്നത്തെ തലമുറയ്ക്ക് ഒരു സിനിമ ചെയ്യാൻ ഇപ്പൊ തന്നെ ഒരു 100 ദിവസം വേണ്ടി വരുന്ന സമയത്ത് നിങ്ങൾ 20 ദിവസം കൊണ്ടൊക്കെ ആയിരിക്കുന്ന ഒരു സിനിമ തീർത്തുകൊണ്ടിരുന്നത്. അതെങ്ങനെയൊക്കെയായിരുന്നു എന്ന് അറിയാനുള്ള ആഗ്രഹമുണ്ട്. സിബിസാറിനത്തെ കമൽ സാർ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ, അന്ന് ഫിലിമിലാണ് ഷൂട്ട് ചെയ്തത്. ഡിജിറ്റൽ അല്ലാത്തതുകൊണ്ട് തന്നെ ഇവരൊക്കെ പ്രൊഡ്യൂസറൊക്കെ ആദ്യം പറയുന്നത് ഇത്ര റോള് ഫിലിം ഉള്ളൂട്ടോ, അതിൽ ഫിലിമിന് ഭയങ്കര വില കിട്ടാനൊക്കെ പാടാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എപ്പോഴും കോൺഷ്യസ് ആണ്. പിന്നെ അന്ന് മോണിറ്റർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ടേക്ക് ഓക്കെ അങ്ങനെയുണ്ട്, ഡയറക്ടർ മാത്രം തീരുമാനിച്ചാൽ മതി. ഡയറക്ടർ പറയുന്നത് ടേക്ക് എനിക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിസ്റ്റിന് ഓക്കെയാണ്, ക്യാമറാമാൻ ഓക്കെ. പിന്നെ ക്യാമറാമാൻ മാത്രം വല്ല ലൈറ്റിന്റെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറയുമ്പോൾ റീടേക്ക് എന്നല്ലാതെ ഡയറക്ടറെ വിശ്വാസത്തിൽ, അതേ പറയുന്നത് ഡയറക്ടറെ വിശ്വാസത്തിൽ എടുക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സമയം സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഡിസ്കഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റിൽ വന്നിട്ട് ക്യാമറ മുമ്പിൽ നിന്നുള്ള ഡിസ്കഷൻ എന്നുള്ള പരിപാടിയില്ല. ഇപ്പൊ ഞങ്ങൾ സീരിയലിലേക്ക് പോലും രാവിലെ 7 മണിക്ക് ഷൂട്ടിംഗ് തുടങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 7 മണിക്ക് ഷോട്ട് എടുത്തിരിക്കും, ആർട്ടിസ്റ്റ് വന്നിരിക്കും. ഇതിപ്പോ കുട്ടികൾ പറയില്ല, ആർട്ടിസ്റ്റ് വന്നിരിക്കും. അപ്പൊ ഒരു ദിവസം എത്ര മണിക്കൂർ ഷൂട്ട് ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചോളം അനാവശ്യമായിട്ട് സീൻ എടുക്കുന്നില്ല, അനാവശ്യമായിട്ട് ഷോട്ട് എടുക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ വേറെ കാര്യം കൂടി ഉണ്ട്, ഇന്ന് എടുക്കുന്ന മാതിരി ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ജനങ്ങൾ നോക്കി കാണുന്നില്ല. ഇപ്പൊ ഇന്ന് ഇവർക്കുള്ള ഏറ്റവും വലിയൊരു ചാലഞ്ച് അതാണ്, അല്ലേ? ഇവരെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഡയറക്ടർമാരെക്കാളും ആർട്ടിസ്റ്റിനേക്കാളും ഇവരുള്ള ആൾക്കാരാണ് പ്രേക്ഷകർ. എന്ത് കുറ്റമുണ്ടെങ്കിലും ആദ്യം ഒരു പ്രേക്ഷകർ കണ്ടുപിടിക്കുന്നുള്ള ഒരു കോൺഷ്യസ് ആയിട്ടാണ് ഇവർ ചെയ്യുന്നത്. അപ്പൊ ഇവർക്ക് അതിൻ്റെതായ ടൈം വേണ്ടി വരുന്നുണ്ട്. അതൊക്കെ പല കാരണങ്ങളാണ്. പിന്നെ സിനിമ അന്ന് അങ്ങനെയാണല്ലോ, അല്ലേ? ഒന്നുമില്ലല്ലോ. ഇത് അതൊക്കെ നമുക്ക് റിസ്ക് ആണ്. കാരണം നേരത്തെ കമൽ പറഞ്ഞതുപോലെ മോണിറ്റർ ഇല്ല. നമുക്ക് അപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ഡയറക്ടറും ക്യാമറമാനും മാത്രമേ കാണുന്നുള്ളൂ. ഡയറക്ടർ പോലും റിഹേഴ്സലായിരിക്കും ഒരുപക്ഷെ ക്യാമറയിൽ കൂടെ കാണുന്നത്. ടേക്കിലേക്ക് പോകുമ്പോൾ ക്യാമറമാൻ മാത്രമാണ് നമ്മുടെ യഥാർത്ഥ ഫ്രെയിം കാണുന്നത്. അപ്പം ഡയറക്ടറുടെ ഒരു ശ്രദ്ധയിൽ പതറിക്കാവുന്ന ഒരുപാട് കാര്യങ്ങളോട് സംഭവിക്കും. ലൈറ്റ് മാറ്റുന്നുണ്ട്, ലൈറ്റ് ബോയ്സ് ഉണ്ട്, ഷൂട്ടിംഗ് കാണാൻ നിൽക്കുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് അവിടെ സംഭവിക്കുന്നതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ അഭിനയം വിലയിരുത്തണം. ആ മൂവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മുടെ സാധാരണ കണ്ണിൽ കൂടെ തന്നെയാണ് നോക്കും. നമുക്കൊരു മോണിറ്ററില്ല, ഒന്നുമില്ല. അവർ പറഞ്ഞതുപോലെ ഡയറക്ടർ ഓക്കെ പറഞ്ഞാൽ പിന്നെ തർക്കമില്ല. ഞാൻ സ്വാഭാവികമായിട്ടും ഞാൻ ഓക്കെ പറയുന്നതിന് മുമ്പ് എനിക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ ക്യാമറമാനെ ചോദിക്കും ഓക്കെ ആണോ എന്ന് ചോദിക്കും. അവർ ഓക്കെ പറഞ്ഞാൽ എനിക്ക് ആ ഷോട്ട് ഓക്കെയാണ്. ഇത് ഇപ്പോഴത്തെ കാലത്തത് സംഭവിക്കുന്നത് ഷോട്ട് കഴിയുമ്പോൾ ആർട്ടിസ്റ്റ് ഉൾപ്പെടെ എല്ലാവരും വന്നിരുന്നിട്ട് ഇത് കാണുകയും ഇത് ഓരോരുത്തർക്കും ഒന്നുകൂടെ നന്നാക്കാമെന്ന് തോന്നുകയും ചായ കൊണ്ടുപോകുന്ന പയ്യൻ വേണം അഭിപ്രായം വേണം ഒന്നുകൂടെ എടുത്തോ സാറേ എന്ന് പറയുന്ന അവസ്ഥയാണ് ഇപ്പോൾ. കാരണം എല്ലാവർക്കും അഭിപ്രായമുണ്ട്. നമ്മൾ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് പിന്നീട് ഇത് കറക്റ്റാണോ, ഇതിനകത്തൊരു ക്ലിയർ വന്നാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, ആരെങ്കിലും തലയോ കയ്യോ ഒക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ടെന്ന് അറിയുന്നത് ഇത് ലാബിൽ പോയി നെഗറ്റീവ് ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ പോസിറ്റീവ് എടുത്ത് നമ്മൾ റഷസ് കാണുന്ന സമയത്ത് അപ്പോഴത്തേക്ക് 1 മാസമൊക്കെ കഴിയില്ല. ആ സമയത്താണ് നമ്മൾ അറിയുന്നത് എന്തെങ്കിലും കറക്ഷനോ അല്ലെങ്കിൽ മിസ്റ്റേക്കോ പറ്റിയത്. അതിന് പക്ഷേ റീടേക്കൊന്നും സാധ്യതയില്ല. എന്തെങ്കിലും വിധത്തിൽ അത് മാനേജ് ചെയ്ത് പോവുകയും ചെയ്യാറുള്ളൂ. അതായത് മേജർ മിസ്റ്റേക്ക് വരികയാണെങ്കിൽ ഓഫ്കോഴ്സ് ആർട്ടിസ്റ്റുകൾ സഹകരിക്കാറുണ്ട്. എന്തെങ്കിലും രീതിയിൽ ക്യാമറ ടെക്നിക്കലായിട്ട് ഇതാണ്. സിബി പറഞ്ഞൊരു കാര്യം കൂടി ഞാൻ ഇടയിൽ കൂട്ടിച്ചേർക്കണം. ഇപ്പോൾ ക്യാമറമാൻ ടേക്ക് സമയത്ത് ക്യാമറയിൽ കൂടി കാണുന്നു, ഫ്രണ്ടിൽ കൂടി കാണുന്നു,
ഡയറക്ടർ അതിൻ്റെ സൈഡിൽ നിൽക്കുന്നത്. പക്ഷേ ഡയറക്ടർ ഫ്രെയിം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്ടർ മിക്കവാറും ആ ഫ്രെയിം മാത്രമേ കാണുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അപ്പുറത്ത് ലൈറ്റ് ഉണ്ടാവും, ആൾക്കാരുണ്ടാവും നിൽക്കണമെങ്കിലും. പക്ഷെ നമ്മളിപ്പോൾ ഒരാൾ ആർട്ടിസ്റ്റ് ക്ലോസപ്പാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലോസപ്പിൽ നമ്മളത് മനസ്സിൽ അല്ലേ, ഈ ക്ലോസപ്പിലാണ് ഇപ്പോൾ മോഹൻലാൽ അഭിനയിക്കുന്നത്, ഇത് വിശ്വസിച്ചിട്ട് ഞാൻ മോഹൻലാലിൻ്റെ ഫേസിലേക്ക് ആയിരിക്കും അങ്ങനെ ഫേസിലേക്ക് നോക്കാം. അപ്പോൾ നമുക്ക് മൈന്യൂട്ട് റിയാക്ഷൻ പോലെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും. അതുകൊണ്ട് നമ്മൾ തന്നെ പറയും ആസിഫ് അലി നമുക്ക് എല്ലാവരും പറയും. ആസിഫ് അലിയുടെ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് ഒരിക്കലും താഴോട്ട് പോയിട്ടില്ല. ആസിഫ് അലിയുടെ ഇപ്പോൾ ആസിഫ് അലിയുടെ ഒരു പടം എന്ന് പറയുമ്പോൾ ആസിഫ് അലിയുടെ സെലക്ഷനെ കുറിച്ച് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഉണ്ടാകും എന്ന പ്രതീക്ഷയോടായിരിക്കും പ്രേക്ഷകർ വരിക. ഇനി അടുത്ത ചിത്രം ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന ചിത്രമാണ്. അതിന് ഭാഗ്യവശാൽ ഞാനൊരു വേഷം ചെയ്യുന്നുണ്ട്. അപ്പൊ അത് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതായത് ഈ ശ്രീനിവാസൻ സാറ് സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ, അതായത് ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞതാണ് ലൊക്കേഷനിൽ വന്നിട്ട് ഒരു സിഗരറ്റ് വലിച്ച് ലൊക്കേഷൻ വണ്ടിയുടെ പുക മുഖത്തേട്ട് അടിച്ചാലാണ് സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഒരു സ്ക്രിപ്റ്റ് ഫുൾ പ്രിപ്പയർഡ് ആയിട്ടില്ല, അദ്ദേഹം ലൊക്കേഷനിൽ വന്നാണ് സ്ക്രിപ്റ്റ് എഴുതുള്ളൂ. അപ്പോൾ ഈ ലൊക്കേഷൻ എഴുതി സ്ക്രിപ്റ്റ് പ്രിപ്പയർ ചെയ്ത് സാറിന് വന്ന് ഈ ഷോർട്ട് ഡിവിഷനൊക്കെ ചെയ്തിട്ട് എപ്പോഴാണ് ഷൂട്ട് ചെയ്യാനുള്ള ടൈമിംഗ് എങ്ങനെയാണ് അന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടിരുന്നത്? ഈ ജനറേറ്ററിന്റെ രണ്ടുപേരും മറുപടി പറഞ്ഞിട്ട് എനിക്ക് പറയാനുണ്ട്. ഈ ജനറേറ്ററിന്റെ പുക കേട്ടിട്ട് അല്ലെങ്കിൽ ശബ്ദം കേട്ടിട്ട് എഴുതുക എന്ന് പറയുന്നത് എക്സാജറേറ്റഡ് ആയിട്ട് നമ്മൾ തമാശയായിട്ട് പറയുന്നതാണ്. അത് ലോഹിയെ കുറിച്ച് പറയാറുണ്ട്, ശ്രീനിയെ കുറിച്ച് പറയാറുണ്ട്. പക്ഷെ ഇവർ രണ്ടുപേരും മിക്കവാറും സിനിമകൾ ഷൂട്ടിൻ്റെ പാരലായിട്ട് തന്നെയാണ് എഴുതിക്കൊണ്ട് പോകാറുള്ളത്. പക്ഷെ കഥയുടെ ഒരു ധാരണകളുണ്ട്, ഒരു വൺലൈനുള്ളതുകൊണ്ട് നമുക്ക് അറിയാം ഇന്ന് ഓരോ സീനിനെ കണ്ടിട്ട് നമുക്കറിയാം. പക്ഷെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ക്രിപ്റ്റ് കിട്ടുന്ന അവസാന നിമിഷത്തിലായിരിക്കും. പക്ഷെ അതൊന്ന് ചെയ്ത് നിങ്ങൾക്കൊക്കെ ശീലമായി. ഇവരുടെ അവസ്ഥ കാണുമ്പോൾ ഒരു ഷോക്ക് ഉണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ. അത് എൻ്റെ മനസ്സിൽ വല്ലാതെ കൊണ്ടുവരുന്ന സംഗതിയാണ് ഇമോഷണലി. അന്ന് അത് തമിഴ് പ്രൊഡക്ഷൻ കൺട്രോൾ ആയതുകൊണ്ട് ജൂനിയർ ആർട്ടിസ്റ്റ് കോർഡിനേഷൻ എങ്ങനെയാണ് ഏൽപ്പിച്ചിരുന്നത്, ഇവിടുത്തെ കൊച്ചിയിലത്തെ കോർഡിനേഷൻ എങ്ങനെയാണ് ഏൽപ്പിച്ചിരുന്നത്. അപ്പോൾ ഇത് അവരുടെ എന്തോ ഇമോഷണലി അന്ന് ഹുക്കിങ് ചെയ്തിരുന്നു. പിന്നെ ഞാൻ നോക്കുമ്പോൾ പിന്നെ ഞാൻ പലവട്ടം കണ്ട സിനിമകളിൽ, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞ ഗോഡ് ഫാദർ പോലെയൊക്കെ 100 വട്ടം കണ്ട സിനിമകളിൽ ഞാൻ ശ്രദ്ധിച്ചിരുന്നത് പിന്നിൽ നിൽക്കുന്നവരാണ്. ഇവരെ ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോൾ ഇവര് പല സിനിമകളിലും ഉണ്ട്. ഇവരെ ഞാൻ അപ്പോഴാണ്, അതുവരെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പല സിനിമ 5-6 സിനിമകളിൽ ഞാൻ പിന്നെ നോട്ടീസ് ചെയ്യുമ്പോൾ ഇവരാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അപ്പൊ നമ്മുടെ കൺമുന്നിൽ ഉണ്ടായിട്ടും കാണാതെ പോയവർ ഒരു തോട്ടുന്നാണ് അത് രേഖയിലേക്ക് എത്തിയത്. അത് ആ ചിന്ത എന്താ പറയുക വർഷങ്ങളോളം കൊണ്ടു നടന്ന് ഒരു പോയിന്റാണ് ഇങ്ങനെ ഒരു ക്രൈമുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സമയത്താണ് ജോഫിനും ഞാനും കൂടി കൊച്ചിയിൽ അരവിന്ദൻ്റെ അതിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്റർവെൽസ് ഞാൻ ജോഫിനോട് ഈ ഒരു തോട്ടിൻ്റെ ഒരു ബേസിക് ഐഡിയ പറഞ്ഞു. അത് ജോഫിന് എന്തായാലും ചെയ്യണം നമുക്ക് ഇവിടെ തുടങ്ങുന്നത്. അതാണ് ഒരു തുടക്കം എന്ന് പറയുന്നത്. എൻ്റെ ഒരു കാര്യം പറയേണ്ടത്, ഈ എഴുത്തില് സ്നേഹപൂർവ്വം മമ്മൂട്ടി എന്ന് തന്നെയാണ് അത് തീർത്തിരിക്കുന്നത്. അത് ആദ്യം ചെയ്തു. അത് ചെയ്ത ശേഷവും ഈ AI മമ്മൂക്ക ഉണ്ടല്ലോ, AI മമ്മൂക്കനെ ഒന്ന് കാണണമല്ലോ. ഇത് കാരണം ഈ നമ്മൾ വിചാരിക്കുന്ന 100-200 കോടിയുടെ സിനിമകളിൽ പോലും AI ചെയ്തിട്ട് പല മുഖങ്ങളും നമുക്ക് ഒരു വ്യക്തതയും കൃത്യതയും ഇല്ലാതെ വരുന്നു എന്നുള്ളൊരു കാര്യം കൊണ്ട് ഈ AI ചെയ്ത പോഷണങ്ങൾ പല ഘട്ടങ്ങളായിട്ട് ഇക്കെ കാണിക്കാൻ ജോഫിൻ വരികയും ആ AI പോഷണങ്ങൾ കാണുന്നതിനകത്ത് ഈ ലാസ്റ്റത്തെ കത്ത് വായിക്കുന്ന സീനും കണ്ടതിന് ശേഷം മമ്മൂക്ക വീണ്ടും വിളിച്ചിട്ട് വെളുപ്പിന് 6 മണിക്ക് വിളിച്ചിട്ടാണ് മമ്മൂട്ടി ചേട്ടൻ എന്ന് പറഞ്ഞ് ഇത് തിരുത്തി ഡബ് ചെയ്തത്. ആദ്യ സിനിമയിൽ സ്നേഹപൂർവ്വം മമ്മൂട്ടി എന്ന് പറഞ്ഞ് വീടുന്നായിരുന്നു. അത് പറ്റത്തില്ല, മമ്മൂട്ടി ചേട്ടൻ തന്നെ നമുക്ക് ചെയ്യാം. പക്ഷെ അദ്ദേഹം വിദേശത്തേക്ക് പോവാണ്. അപ്പോൾ വെളുപ്പിന് തിരിച്ചു വിളിച്ചിട്ടാണ് അത് ചെയ്തത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു അനുമതി വേണുചേട്ടനും മാറ്റോച്ചേട്ടനുമായിട്ടും എല്ലാവരും കൂടെ സൗഹൃദത്തില് അല്ല, അതിന്റെ ഒപ്പം തന്നെ വേറെ സംഭവം ഞാൻ രാമം നമുക്ക് അടുത്തോട്ട് ആദ്യം കഥ പറയുന്ന സമയത്ത് ഈ മുത്താരമുണ്ടിയോടെ നിർത്താനില്ല, അതിന് പകരം അവിടെ വേറെ ഒന്നായിരുന്നു. അപ്പൊ നമുക്കത് കേട്ട് മൊത്തം കഥ കേട്ട് കഴിഞ്ഞ സമയത്ത് നമുക്ക് പറഞ്ഞത് ഇതുമായിട്ട് സമാനമായിട്ടുള്ള സംഭവം എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു ദിവസം നിങ്ങൾ ശ്രീനിവാസനും സിബിസാറിനെ കൊണ്ട് വന്നിട്ട് മമ്മൂക്ക അടുത്ത് വന്ന് ഇങ്ങനെ എനിക്ക് കത്ത് വരുന്നുണ്ട്, ആ കത്തിൽ മമ്മൂട്ടി ചോട്ടൻ എന്ന് പറയുന്ന സംഭവമുണ്ട്, അത് ഞങ്ങൾക്ക് സിനിമയാക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് പറഞ്ഞു അഭിനയിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നിങ്ങൾ അഭിനയിക്കണ്ട, ഡബ് ചെയ്താൽ മതി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അത് ഇതുമായിട്ട് വേണമെങ്കിൽ നിങ്ങൾ കണക്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞ് മമ്മൂക്കയാണ് മുത്താരമെന്ന് വിയുടെ റെഫറൻസ് ഞങ്ങൾക്ക് തരുന്നത്.
അങ്ങനെ മതി സാധനം കണക്ട് ആക്കുക. എല്ലാവരും ചോദിക്കുന്നത് എങ്ങനെ ഇത് ഇത്രയും ബ്രില്യൻ്റ് കണക്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളത്. പക്ഷെ അത് ഇങ്ങനെ വന്നൊരു സംഭവമാണ്. മമ്മൂട്ടിയുടെ ഒരു കാരണമായതല്ലേ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു പറഞ്ഞാൽ മമ്മൂട്ടിയാണ് പറഞ്ഞു തന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സർപ്രൈസിങ് ആയത് അതിന്റെ കാലഘട്ടം നോക്കുമ്പോൾ ഭയങ്കര ഞാനതാ എന്നെ അതാണ് അത്ഭുതപ്പെടുത്തിയത്. കാരണം ഞാൻ മുത്താരം കുന്ന് POയുടെ ഫൈനൽ പ്രിന്റ് ആയി കഴിഞ്ഞ ശേഷം അത് മദ്രാസിൽ അന്ന് ഫിലിം ചേംബർ എന്ന് പറയുന്ന ഒരു തിയേറ്റർ ഉണ്ട്, അവിടെയാണ് പ്രീവ്യൂ ഷോ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ലിസി അന്ന് പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ രഞ്ജിത്ത് ഹോട്ടലിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രിവ്യൂവിൻ്റെ കാര്യമൊക്കെ പറയാൻ വേണ്ടി ഞാൻ ലിസിയുടെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വിജയകുമാറുണ്ട്. വിജയകുമാർ കാതോട് കാതോട് അതിൻ്റെ ലൊക്കേഷനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ലിസിക്ക് അഡ്വാൻസ് കൊടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ പ്രോഗ്രാം പറയാനോ മറ്റോ വന്നതാണ്. അപ്പം ഞാൻ ഈ പ്രിവ്യൂവിൻ്റെ കാര്യം പറയുകയും വൈകുന്നേരം അന്ന് പ്രിവ്യൂ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വിജയകുമാർ അന്ന് യാത്രയാകും. വിജയകുമാർ അത് കാണാൻ നിന്നില്ല. അദ്ദേഹം ഈ സിനിമയുടെ കൊടൈക്കനാലിലേക്കല്ല, അതൊരു പ്രധാന ലൊക്കേഷൻ കൊടൈക്കനാലായിരുന്നു. അദ്ദേഹം അങ്ങോട്ടേക്ക് പോകുന്ന ദിവസമാണ്. കൃത്യമായിട്ടും ഇതിന് നിങ്ങളുടെ കഥയിൽ പറയുന്ന ആ ഒരു പീരീഡ് കൃത്യമായിട്ട് വർക്കായി. 85 ജൂണിൽ മുത്താരം കുന്ന് PO റിലീസാവുന്നു. ഇത് നവംബറിൽ റിലീസാവുന്നു. അപ്പോൾ അത് ആ ഒരു കറക്റ്റ് ടൈം വരികയും ചെയ്തു. അല്ല, അത് അത്ര റെഫറൻസ് നമ്മൾ എടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട്. ഞാൻ അത്ഭുതപ്പെട്ടൊരു കാര്യമാണ് ഓരോ സിനിമകളുടെ കാര്യം പറയുന്നത്. പിന്നെ എന്താ പറയുക, യൂറോപ്പ് പള്ളാശ്ശേരി എന്ന് പറഞ്ഞ അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. കാരണം അന്നത്തെ കാലത്ത് ഞാൻ അതിൻ്റെ റെഫറൻസ്, ഞാനുടെ കുറെ സ്റ്റിൽസുകൾ കാണിച്ചു. പിന്നെ ജോൺ പോളിനൊക്കെ അന്നത്തെ ജോൺ പോൾ ഞാൻ അന്ന് നിങ്ങൾ ഫസ്റ്റ് നമുക്ക് ചോദിക്കുകയും ചെയ്തിരുന്നു, ഇപ്പോഴത്തെ അങ്കിളല്ലേ കേട്ടോ, അന്ന് എത്ര തടിയൊക്കെ ഉണ്ടോന്ന് പറഞ്ഞു. പക്ഷെ അത് കറക്റ്റായിട്ട് നമ്മൾ കണ്ടെഴുതിയ ജോൺ പോൾ അന്നത്തെ ജോൺ പോൾ ജോൺ പോൾ. മാത്രമല്ല ഈ ജോൺ പോൾ സാറിന്റെ നമ്മൾ സഫാരി ചാനലിൽ ഒരു വിഷ്വൽ കാണിക്കുന്നുണ്ടല്ലോ, അതിലൊരു 2 ഡയലോഗ് ശബ്ദം നോക്കണം. നമ്മൾ വിഷ്വൽ ഇല്ലാതെ ഓഡിയോ പോകുന്നുണ്ട്. അപ്പൊ ആ ശബ്ദം കിട്ടാൻ തന്നെ എത്ര മിനിറ്റുകാരെ നമ്മള് എനിക്ക് തോന്നിയത് കറക്റ്റ് വെച്ചാലേ എത്രയോ പേരെ പരീക്ഷിച്ചിട്ടാണ് ആ ശബ്ദത്തില് ആ ഓഡിയോയിലോട്ട് എത്തിയിട്ടുള്ളത്. ഇതിന്റെ കറക്റ്റ് സിങ്ക് വരുന്നിടത്ത് ഇതിന്റെ പുറകിൽ നിന്നാണ് ഷോട്ട് ചെയ്യുന്നത്. കുറച്ച് പറഞ്ഞു കുറച്ച് AI ചെയ്തിട്ടുണ്ട്. ജോൺ സാർ ലിപ് കുറച്ച് AI ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ഇതിൽ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് എന്നെ AI ചെയ്യാതെ തന്നെ അവതരിപ്പിച്ചിരിക്കുക. അതിന് കാരണം ഏകദേശം അതിനെങ്ങനെ നടപടികൾ എപ്പോഴും നമുക്കൊക്കെ എപ്പോഴും അനുഭവത്തിൽ ഇപ്പോഴും മുതൽ ഞങ്ങായിട്ടിരിക്കുന്നത് ജലസ്വാതന്ത്ര്യം അതിന് വേറെ ഒന്നും കൂടെ ഉണ്ട്. ജഗദീശൻ പറഞ്ഞു അതിനോട് അതില് ഈ ജഗദീശേട്ടൻ വർത്തമാനകാലത്തിൽ ഇരുന്നിട്ടാണല്ലോ ഈ കഥ മുഴുവൻ പറയുന്നത്. ഈ കഥ പറയുന്നതിൽ ജഗദീശേട്ടൻ ഒരു യൗവനം കാണിക്കുന്നുണ്ട്. ആ യൗവനത്തിൽ ജഗദീശൻ, ഞാൻ ആ കുട്ടിക്ക് ഒരു കത്തെഴുതുന്ന കഥ ജഗദീശന്റെ ഒരു ശബ്ദം ഉണ്ടല്ലോ, അതിനെ യൗവനമാക്കിയിട്ടുണ്ട്. ശബ്ദത്തിൽ കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ ശബ്ദം ആയിരിക്കുമല്ലോ അതിനെ. അപ്പൊ അതിനെ ഒരു ജഗദീശൻ നിത്യഭാവാണെങ്കിലും അതിനെയും ആ കത്തില് പറയുന്ന ശബ്ദവും ഇത്തിരി മാറ്റിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. എന്താ ചോദിക്കാം? മുകേഷേട്ടൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ പ്രിയദർശനാഥ പടത്തിൽ തന്നെ ഒത്തില്ല എന്നുള്ള ഡയലോഗ് അത് അദ്ദേഹം കണ്ടുപിടിച്ച് വന്നാണ്. പ്രിയദർശൻ മാറ്റി പറഞ്ഞു അവിടെ ഒത്തിരി ഒമ്മാരൊക്കെ ഉണ്ട്, ഇത് എനിക്ക് തന്നെ തന്നെന്ന് പറഞ്ഞൊരു ഒരു ഇന്റർവ്യൂല് കണ്ടിട്ട് അല്ലല്ല, അത്തരത്തിലുള്ള ഒരുപാട് എന്താ പറയാ ഡയലോഗ്സ് മുകേഷിന്റേതായിട്ടുള്ള ഒത്തില്ല, പുല്ല്, അതൊക്കെ മുകേഷിന്റെ കോൺട്രിബ്യൂഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഈ അമ്മിണിക്കുട്ടിയുടെ ഈ ഒരു കഥ ശ്രീനിയേട്ടനോട് ജഗദീശനാണ് പറഞ്ഞത്. അല്ല, അമ്മിണിക്കുട്ടി ശ്രീനിവാസന്റെ കോൺട്രിബ്യൂഷൻ ആണ്. അമ്മിണിക്കുട്ടി, KP അമ്മിണിക്കുട്ടി എന്നുള്ള പേരും എന്റെ കഥയിലെ നായികയുടെ പേര് വേറെയായിരുന്നു. അതില് രസകരമായിട്ടുള്ള ഒരു കാര്യം പറയാം. ഇതിൽ മുകേഷിന് കൊടുത്തിരിക്കുന്ന പേര് ദിലീപ് കുമാർ എന്നാണ്, ശ്രീനിവാസിന് കൊടുത്തിരിക്കുന്ന പേര് ദേവാനന്ദ് എന്നാണ്. ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള 2 ഹീറോസിന്റെ പേരാണ് ഇതില് അവരുടെ കഥാപാത്രങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യമുണ്ട്, അവർക്ക് വലിയ പേരുകൾ, വലിയ നടന്മാരുടെ പേരുകളാണ് കൊടുത്തത്. പക്ഷെ എന്റെ കഥാപാത്രത്തിന് ശ്രീനി തന്ന പേര് എനിക്ക് ഇന്ന് ഇഷ്ടമാണ്, വാസു. മലയാളത്തിന്റെ മണമുള്ള പേരാണ്. ഹിന്ദി നടന്മാരെ പിന്നിൽ പോയിട്ടില്ല. ഞാൻ സൈക്കിൾ ഷോപ്പുകാരൻ വാസുവാണ്.
അപ്പൊ അതിൽ അമ്മിണിക്കുട്ടി എന്ന് പറയുന്ന കഥാപാത്രം മാത്രമല്ല ധാരാസിംഗ്, എന്റെ കഥയിൽ ധാരാസിംഗ് ഇല്ലായിരുന്നു, ശ്രീനിവാസന്റെ കോൺട്രിബ്യൂഷനാണ്. അത് ധാരാസിംഗിനെ പോലുള്ള ഒരാളെ കീഴ്പ്പെടുത്തിയാൽ മാത്രമേ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന ആക്കിയാൽ അത് കൂടുതൽ ഗ്രിപ്പിംഗ് ആവുന്ന ശ്രീനിവാസം. അപ്പൊ നമ്മളെല്ലാവരും സിബിയൊക്കെ പറഞ്ഞു എവിടുത്തെ ധാരാസിംഗിനെ കിട്ടും. അത് വേറെ ഒരു ധാരാസിംഗ് ഞാൻ കേട്ടുള്ളതാണ്. ഇപ്പൊ നമ്മളിപ്പോ ഈ സിനിമേനെ ഇങ്ങനെ കാണിക്കുവാണല്ലോ, മാനിപ്പുലേറ്റ് ചെയ്യുവാണല്ലോ, അതിൽ സിനിമയാണെന്ന് അറിഞ്ഞിട്ട് പോലും ധാരാസിംഗ് ആദ്യം ഇടിയിൽ ഞാൻ തോക്കുവാണെങ്കിൽ ഞാൻ തോക്കാൻ റെഡിയല്ല എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. അതുള്ള അല്ലല്ല ആ കഥ അത് അങ്ങനെയല്ല, തോക്കാൻ റെഡിയല്ല നമ്മുടെ കഥയില്. അതെ, ഒരു ഡയലോഗ് കണക്ട് ചെയ്തതിന്റെ സത്യമുള്ളതാണ് ഗുസ്തി എന്ന് പറഞ്ഞു. ഇതില് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും ഇതിൽ മുത്താരംകുന്നിനെ കുറിച്ച് മാത്രം ഒരു ദിവസം ഫുൾ പറയാനുണ്ട്. ഇതില് ധാരാസിംഗിന്റെ ക്യാരക്ടർ കൊണ്ടുവന്നു എങ്ങനെ ധാരാസിംഗുമായിട്ട് ബന്ധപ്പെടും. അപ്പൊ എനിക്ക് അത്യാവശ്യം ഹിന്ദി അറിയാവുന്നതുകൊണ്ട് ഫോൺ ചെയ്യിച്ചു. അന്ന് ഈ മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ. ഫോൺ ചെയ്ത് ധാരാസിംഗിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായിട്ട് സംസാരിച്ച് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ ആയിട്ട് പറഞ്ഞ് സിംഗ് സാബുമായിട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം. അപ്പൊ മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ സമ്മതിച്ചു. വന്ന് കണ്ടോളൂ, കഥ പറഞ്ഞോളൂ എന്ന് സമ്മതിച്ചു. അടുത്ത ചോദ്യം, ആര് പോവും? ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞു, സിബി ഫുള്ളി ബിസിയാണ്, ശ്രീനിവാസൻ സീൻസ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഓൺലൈൻ പക്ക ഓൺലൈനാണ്. അപ്പൊ ആര് പോകും? അപ്പൊ പറഞ്ഞ ശ്രീനിവാസൻ നീ തന്നെ പോകണം. ഞാൻ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല, എനിക്ക് ഫ്ലൈറ്റ് ഞാൻ എന്താണെന്ന് പോലും എനിക്കറിയില്ല. അപ്പൊ ഞാൻ തനിച്ചോ. അന്ന് ഒരു ഷൂ സ്ട്രിങ് ബഡ്ജറ്റിൽ പടം എടുക്കുകയാണ്. കാരണം ഇത്ര ബഡ്ജറ്റ് എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സിബി അതിൽ തീർത്തു കൊടുക്കാന്ന് പറഞ്ഞു. ആ വാക്ക് പാലിക്കുകയും ചെയ്തു. കാരണം ഇതിനകത്ത് ആ പടത്തിന് ഇത്രയും ഒരു അംഗീകാരം കിട്ടുമ്പോൾ പോലും ഒരു കാര്യം മനസ്സിലാക്കണം, അത് വളരെ ലിമിറ്റഡ് ബഡ്ജറ്റിൽ ആ ഇത്ര നിശ്ചിത ദിവസത്തിനുള്ളിൽ തീർത്ത പടമാണ്. ക്യാമറാമാൻ കുമാറിനെയും സിബിയെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കാരണം അതിന്റെ ഒരു ഭംഗി ഒട്ടും ചോരാത്ത രീതിയിൽ തന്നെ അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ധാരാസിംഗിനെ ബുക്ക് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ എന്റെ അടുത്ത് പോകാൻ പറഞ്ഞു. ഞാൻ ആദ്യമായിട്ടൊക്കെ പോയി അവിടെ ചെന്ന് സിംഗ്സാബിനെ കണ്ടു. അപ്പൊ ഇവിടുന്ന് പറഞ്ഞത് അദ്ദേഹം അന്ന് പഞ്ചാബി സിനിമകൾ സംവിധാനം ചെയ്യുന്നുണ്ട്. പഞ്ചാബി സിനിമയിൽ വളരെ ബിസിയാണ്. ഹിന്ദി സിനിമയിൽ മർദ്ദ പോലുള്ള സിനിമകളൊക്കെ ഗംഭീര വേഷം ചെയ്ത ആളാണ്. ഇവിടുന്ന് പറഞ്ഞു 2 ലക്ഷം രൂപ വരെയാണെങ്കിൽ ജഗദീഷ് കമ്മിറ്റ് ചെയ്ത് വരണം. അപ്പൊ ഇവിടുന്നുള്ളവർ ഇവരൊക്കെ 10 ലക്ഷം ചോദിക്കും, 15 ലക്ഷം ചോദിക്കും. ഞാനവിടെ പോയി സിംഗ് സാബിന്റെ അടുത്ത് ഒരു കഥയൊക്കെ പറഞ്ഞു. കഥയൊക്കെ ഇഷ്ടപ്പെട്ടു. അവസാനം റെമ്യൂണറേഷന്റെ കാര്യം പറഞ്ഞപ്പോൾ എന്താണ് നിങ്ങൾക്ക് തരാൻ പറ്റുക എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ ഇത് റെമ്യൂണറേഷനായിട്ട് കണക്കാക്കരുത്. മലയാള സിനിമ എന്ന് പറഞ്ഞാൽ പഞ്ചാബി സിനിമയുടെയും വളരെ താഴെയാണ്. റവന്യൂ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. നമ്മൾ നല്ല സിനിമകൾ എടുക്കുന്ന ആൾക്കാരാണ്. സാറ് വേറൊന്നും വിചാരിക്കരുത്, റെമ്യൂണറേഷൻ വിചാരിക്കരുത്. സാർ എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ ഒന്നും ചെയ്യരുതെന്ന് 10 പ്രാവശ്യം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, സാർ 25,000 ശരി, നിങ്ങൾ വിശ്വസിക്കില്ല, 25,000 ഞാൻ ബുക്ക് ചെയ്തിട്ട് വരുന്നത്. ശ്രീനിവാസൻ സിബി 25,000 ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ പറഞ്ഞ നിങ്ങൾ അതൊന്നും അറിയരുത്. അദ്ദേഹം അതിന് സമ്മതിച്ചു. അത് അദ്ദേഹത്തിന്റെ വലിയ മനസ്സ്. എന്റെ വാചകത്തിന്റെ മെഡിക്കലിനെക്കാളും അദ്ദേഹത്തിന്റെ വലിയ മനസ്സായിട്ടാണ് ഞാൻ കാണുന്നത്. നല്ല സിനിമ വന്നു. ഇവിടെ വന്നപ്പോൾ ഒരുപാട് പ്രിപ്പറേഷൻസ്. നമ്മൾ ധാരാസിംഗിന് വേണ്ടി എത്ര ബോഡി അറേഞ്ച് ചെയ്യണം, എത്ര മുട്ട അറേഞ്ച് ചെയ്യണം, എത്ര പാൽ അറേഞ്ച് ചെയ്യണം. സാധാരണ മനുഷ്യർ കഴിക്കുന്ന ഒരു ഫുഡിന് അത് അല്പം ഒരു വേറെ രീതിയിലുള്ള ഡയറ്റ് എന്നുള്ളതിൽ കഴിഞ്ഞ് വേറെ ഒന്നും വേണ്ട. വേറെ ഒരു കണ്ടീഷൻസും ഇല്ല. നമ്മുടെ കൂടെ നമ്മളുടെ ഒരാളായി തന്നെ അവിടെ ഷൂട്ട് ചെയ്ത് ഏറ്റവും സ്നേഹത്തോടെയാണ് പിന്നെ അദ്ദേഹത്തിന് വേണ്ടി ഡബ് ചെയ്തിരിക്കുന്നത് ഭാഷി സാറിന്റെ സഹോദരനായ ചന്ദ്രാജ് സാറാണ് ഡബ് ചെയ്തത്. അതാണ് മുത്താരങ്ങളുടെ ഒരുപാട് നല്ല അനുഭവങ്ങളുണ്ട്. ഒരുപാട് ഈ ദിലീപ് കുമാറിന്റെയും ദേവാനന്ദിന്റെയും ഈ അന്നത്തെ പ്രേമത്തിനൊരു പുതുമ കൊണ്ടുവരാൻ വേണ്ടിയാണ് ശ്രീനിവാസൻ. എങ്ങനെ പുതുമ കൊണ്ടുവരാൻ കഴിയും? ഈ നായകന്റെ പ്രേമത്തിനൊരു പുതുമ വേണം, എങ്കിലേ വർക്കാവും എന്ന് പറഞ്ഞിട്ട് അതാണ് ഈ ഒരു മമ്മൂട്ടി ഫാനാക്കി, അമ്മിണിക്കുട്ടിയെ മമ്മൂട്ടി ഫാനാക്കി. എന്നിട്ട് അമ്മിണിക്കുട്ടി കത്ത് എഴുതുമ്പോൾ ആ കത്ത് പൊട്ടിച്ച് വായിച്ചു. ഓ അത് ശരി. അപ്പൊ അതിന് മറുപടി മുകേഷ് തന്നെ എഴുതുന്നു, ഈ ദിലീപ് കുമാർ തന്നെ എഴുതി. അത് മമ്മൂക്കയുടെ ശബ്ദത്തിൽ തന്നെ നമ്മൾ കേൾപ്പിച്ചു. അപ്പോൾ അങ്ങനെ അമ്മിണിക്കുട്ടി കേട്ടിട്ട് വീണ്ടും ഈ പോസ്റ്റ് മാസ്റ്റർ കാണാൻ പോകുന്നു. അങ്ങനെയാണ് ആ കഥ കൂടുതൽ വികസിച്ചത്.